എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയിന്റെ മുത്തശ്ശിയുടെ ഫ്യൂണറലിൽ ഇരിക്കുകയാണ്. അവളടുത്ത് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവള് പോയിട്ടില്ല. കാരണം അവൻ ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ ഹീറോയിൻ ഒരാൾ വന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഒരു 30 പേർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്യട്ടോ എന്ന്. എന്നാൽ അവന്റെ കോണ്ടാക്റ്റിലാകെ 19 പേരേ ഉള്ളൂ. അവർക്ക് വരാനായിട്ട് വലിയ ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ് 19 പേരായ കുഴപ്പമുണ്ടെന്ന്. എന്നാൽ അവിടുത്തെ മിനിമം ഓർഡർ 30 അതുകൊണ്ട് തന്നെ 30 ആൾക്കാർക്കുള്ള ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് ഫുഡ് കഴിയുകയാണ്. അതായത് അവൾക്ക് എങ്ങനെ കഴിക്കണമെന്ന് അറിയത്തില്ല. അവളുടെ ഐഡന്റിറ്റി റിവീൽ ആയാലോ, അവൾ കഴിക്കുമ്പോഴാണ് ഹീറോ കയറി വന്നാൽ അവളെ കണ്ടാല് അവൻ അറിയത്തില്ലേ അത് അവളാന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എങ്ങനെ കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും അവൾ അവളുടെ അമ്മേനെ ഫോൺ വിളിക്കുന്നുണ്ട്. എന്നാൽ അമ്മ ഫോൺ എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. ഇവിടെ അമ്മ വേറെ എന്തൊക്കെയോ ചെയ്യാണ്, വേറെ മന്ത്രവാദങ്ങളെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ കുറെ ആൾക്കാരും കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തോന്ന് അറിയത്തില്ല, എന്തോ സംഭവമാണ്. അതുപോലെ തന്നെ ഹീറോയിൻ കൂട്ടുകാരന് മെസ്സേജ് അയക്കുന്നുണ്ട് മുത്തശ്ശി മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട്. അവൻ അവിടെ ഇരുന്ന് ഗെയിം കളിക്കുകയാണ്. അവൻ ഇത് കാണുന്നില്ല. എന്തായാലും ഹീറോയിൻ ആരും കാണാതെ മാസ്ക് ഒക്കെ പതിയെ അഴിച്ചു മാറ്റിയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് കഴിക്കവേ അങ്ങോട്ട് ആരോ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതായത് കരച്ചിലും വിളിച്ചിലൊക്കെ ആയിട്ട് ആരോ കയറി വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ അത് ഹീറോന്റെ അങ്കിള് ആന്റിയുടെ ഹസ്ബൻഡുമാണ്. ഈ ആന്റി ആണെങ്കിൽ ഭയങ്കര കരച്ചില്, മുത്തശ്ശി മരിച്ചുപോയുണ്ട്. അതുപോലെ തന്നെ ആന്റിയുടെ കരച്ചിൽ കണ്ടിട്ട് ഹസ്ബൻഡ് ഹീറോനോടാണ് ദേഷ്യപ്പെടുന്നത്. ഇവന്റെ ബാട്ടിലേക്ക് കാണുന്നതാണ് മുത്തശ്ശി മരണപ്പെട്ടെന്നാണ് ഇവരെല്ലാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു രീതിയിലാണ് ഇവന്റെ അടുത്ത് സംസാരിക്കുന്നത്, പെരുമാറുന്നതും. ഇവൻ ഇവിടുന്ന് പുറത്താക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടോണ്ട് തന്നെ ഹീറോയിൻ അങ്ങോട്ട് വരികയാണ്, ഇതിനെ എതിർക്കുകയാണ്. ഇത് കണ്ടതോടെ അങ്കിളിന് വീണ്ടും ദേഷ്യമാവുകയാണ്. കാരണം ഒരു മന്ത്രവാദി മരണപ്പെട്ട സ്ഥലത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. നീയാണല്ലടാ ഈ മന്ത്രവാദിനെ ഇവിടെ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. ഇവിടുത്തെ പ്രശ്നം ഭയങ്കര വഷളാവുകയാണ്. ഹീറോയിനെയൊക്കെ തട്ടി മാറ്റിയിട്ട് ഹീറോനെ പുറത്തോട്ട് പിടിച്ചോണ്ട് പോകാൻ നോക്കുകയാണ് അങ്കിള്, അതായത് ആന്റിയുടെ ഹസ്ബൻഡ്. ഇന്നേരം ഒരാൾ വന്ന് ആന്റിയുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ കൂട്ടുകാരനാണ് കേട്ടോ. കൂട്ടുകാരൻ ഗെയിം കളിക്കുവായിരുന്നേലും മെസ്സേജ് കണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത് കൂട്ടുകാരനാണ്, അവനെ പിടിച്ച് പുറത്താക്കാതിരിക്കാന്. ഈ നേരം ഇവിടെ അമ്മയും അമ്മയുടെ ചേച്ചിയും, അതായത് ഹീറോയിന്റെ അമ്മയുടെ ചേച്ചി, അവരെല്ലാരും കൂടെ അവിടെ മന്ത്രവാദം ചെയ്യാണ്. ആ വീട്ടിലോ അല്ലെങ്കിൽ ആ സ്ഥലത്തോ വേറെ കുറെ പ്രേതങ്ങളുണ്ട് കേട്ടോ. അതും സാധാരണ പ്രേതമല്ല, ഭയങ്കര ശക്തിയുള്ള പ്രേതമാണ്. കുറെ ആൾക്കാർ വന്ന് ഇതിനെ ഒഴിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, എന്നാൽ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബ്രോക്കർ ഈ സ്ഥലത്തിന് വില പോകുമെന്ന് പേടിച്ചിട്ടാണ് ഈ ശക്തിനെ ഒഴിപ്പിക്കാൻ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് 3 പേര് മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഈ പ്രേതം കാരണമാണ്. ഇതിനെ ഒഴിപ്പിക്കാനായിട്ട് ഓരോ മന്ത്രക്രിയകൾ ചെയ്യുമ്പം ഈ പ്രേതം അടങ്ങുന്നൊരു ലക്ഷണം ഇല്ല കേട്ടോ. അതുപോലെ തന്നെ അമ്മയുടെ ചേച്ചി പോയിട്ട് ഒരു പോട്ട് കണ്ടുപിടിക്കുന്നുണ്ട്, ഒരു കലം. അത് തറയിട്ട് പൊട്ടിക്കുമ്പോൾ ആ പ്രേതത്തിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതോടായപ്പോ പ്രേതത്തിനാകെ ദേഷ്യം വന്നിട്ട് പ്രേതം വന്ന് അമ്മേനെ ആക്രമിക്കുകയാണ്. ആക്രമിച്ചതോടെ അവരുടെ വായിൽ നിന്നൊക്കെ ചോര വരികയാണ്. ഇനി ഈ പ്രേതത്തിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. എല്ലാവരോടും പുറത്തോട്ടിറങ്ങി ഓടാൻ പറയാണ്. എല്ലാവരും പുറത്തോട്ടിറങ്ങി ഓടുന്നുണ്ട്. അമ്മയാണ് ഏറ്റവും ലാസ്റ്റ് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങുമ്പം അവര് ചോര ഛർദ്ദിക്കുകയാണ് കേട്ടോ. ആ ചോരയിൽ തന്നെ ആരും അതിന്റെ അകത്തോട്ട് കയറാൻ പാടില്ല എന്ന് എഴുതി ഒട്ടിക്കുന്നുണ്ട് വാതിലിനകത്ത്. ഇവിടെ ഇത് നടക്കുമ്പോൾ ഫ്യൂണറൽ ഹാളില് ഹീറോയ്ക്ക് അത്യാവശ്യം ആശ്വാസമായിട്ടുണ്ട് കേട്ടോ. സഹായിക്കുന്ന കൂട്ടുകാരെ കിട്ടിയിട്ടില്ലേ. എന്തായാലും ഹീറോയിൻ അവിടെ ഇരിക്കുകയാണ്. അവളോട് വന്ന് ഹീറോ പറയാണ് ഡ്രസ്സ് മാറി പെട്ടെന്ന്, എന്തായാലും അവൻ നിന്നെ തിരക്കും, അവന്റെ മുത്തശ്ശി വരച്ചിട്ട് പോലും നീ വരാത്തോണ്ട് അവൻ എന്തായാലും തിരക്കുമെന്ന് അവളടുത്ത് വന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൾക്കിടാൻ വേറെ ഡ്രസ്സില്ല. എന്തായാലും ഹീറോയിൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോകത്തില്ലെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവന് വേറെന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പൊ അവള് പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം, കുഴപ്പമൊന്നുമില്ല എന്ന്. ഇപ്പൊ ഇവിടെ അമ്മ ആ വീട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ കത്തിച്ച് കളയാണ്. അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തിയാണ് കേട്ടോ. ഈ ശക്തിനെ ആരോ വശീകരിച്ച് വെച്ചിട്ടുണ്ട്, ആരാന്നറിയത്തില്ല. അവരിങ്ങനെ പറയുന്നുണ്ട് ബ്രോക്കറിനോട്, ഇനി ഇത് ആരൊക്കെ വന്ന് നോക്കിയാലും ഇതിനെ ഒഴിപ്പിക്കാൻ പറ്റത്തില്ല, വേറെ സ്ഥലം നോക്കിക്കോളാൻ. എന്നാലും ബ്രോക്കർ പറയുന്നത് വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് ഒഴിപ്പിക്കുമെന്നൊക്കെയാണ്. ഇവർക്ക് പറ്റാത്തതുകൊണ്ടായത് പറ്റാത്തതെന്നൊക്കെ. ഈ നേരം നമ്മളൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഒരു ലേഡി ഒരു സ്ഥലത്തോടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരു കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട ലേഡി. ഓപ്പോസിറ്റ് ഒരു പയ്യൻ ആ ലേഡി ചിരിച്ച് കാണിച്ച് സൈക്കിളോട്ടി പോവാണ്. എന്നാൽ ഈ ലേഡിക്ക് എന്തോ നേരത്തെ അറിയാം. ആ പയ്യൻ പോയതോടെ ഒരു കാറ് പെട്ടെന്ന് തന്നെ ആ പയ്യനെ വന്ന് ഇടിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ പയ്യന്റെ കാലിനും സൈഡിൽ നിൽക്കുന്നതായിട്ട് ഈ ലേഡി കാണുന്നുണ്ട്. പക്ഷെ ആ പയ്യനെ രക്ഷിച്ചിട്ടില്ല. പക്ഷെ ഈ ലേഡിക്ക് നേരത്തെ അറിയാം അവൻ മരിച്ചു പോകും എന്നുള്ള കാര്യം. എന്നാലും അവർ രക്ഷിച്ചിട്ടില്ല. എന്താണെന്നറിയത്തില്ല. ചിലപ്പോൾ ഈ ലേഡി ആയിരിക്കും ആ ആത്മാവിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രേതമായിരിക്കും ഈ ലേഡി. എന്താണെന്നറിയില്ല. നമുക്ക് ഇനി പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് കൂട്ടുകാരൻ ഹീറോനെ കൊണ്ടുവന്ന് വീട്ടിലാക്കുന്നുണ്ട്. അവന്റെ മുത്തശ്ശി മരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെതായ വിഷമം കാണും. അതുകൊണ്ടാണ് അവൻ വീട്ടിൽ കൊണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ദൂരം കൂടെ വീട്ടിലോട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്കാണ് കുറച്ച് ദൂരം പോകുന്നത്. ഇപ്പൊ അവൻ പോകുന്ന സമയത്ത് അവൻ മനസ്സിൽ ആലോചിക്കുന്നത് ആ മെസ്സേജിനെ പറ്റിയാണ്. ആ മെസ്സേജ് വീണ്ടും വന്നിട്ടുണ്ട്, നിന്റെ മുത്തശ്ശി മരിച്ചിട്ടുണ്ടല്ലോ, നിന്റെ മുത്തശ്ശി നിന്നിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വീണ്ടും വന്നേക്കുന്നത്. ആരാ ഇങ്ങനെ അയക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അവനെ കുത്തി നോവിക്കുന്ന രീതിയിലാണ് മെസ്സേജ് വരുന്നത്. ഇന്നേരം ഹീറോയിൻ റോഡിൽ കൂടെ നടന്നിട്ട് ആ മന്ത്രവാദിയെ വിളിക്കുന്നുണ്ട്. നേരത്തെ മന്ത്രവാദി കള്ളക്കത്താണല്ലോ എഴുതിയിരിക്കുന്നത് അമ്മേനെ പറ്റിക്കാനായിട്ട്. അമ്മേനെ മോശമായിട്ടാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 50 കാർഡ് എഴുതി തരുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ എഴുതാൻ അത്ര ആഗ്രഹമാണെങ്കിൽ ഓൺലൈൻ കോഴ്സ് എടുത്തിട്ട് അത് പഠിച്ചിട്ട് വേണമെങ്കിൽ എഴുതാൻ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ബിസിനസ്മാൻ ആണ്. ഇത് കണക്ക് മന്ത്രവാദത്തിന്റെ
കോഴ്സിന്റെ കാർഡൊക്കെ നെറ്റിലിട്ടിട്ടുണ്ട് ഓൺലൈൻ കോഴ്സായിട്ട്. അത് വാങ്ങാൻ പറയുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു എമൗണ്ട് ആവും. ഇയാൾ എഴുതി കൊടുക്കത്തില്ലെന്ന് തറപ്പിച്ച് തന്നെ പറയുകയാണ്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ ഹീറോ വീട്ടിൽ വന്നിട്ട് ഒരു സൈഡിൽ ഇരുന്നിട്ട് അവൻ കരയാണ് കേട്ടോ. അവന് നല്ല കുറ്റബോധമുണ്ട്, വിഷമമുണ്ട്. ഇനി മുത്തശ്ശി മരിച്ചത് അവന്റെ ബാഡ് ലക്ക് കാരണമാണോ? അത് മാത്രമല്ല മുത്തശ്ശി മരിച്ചതിന്റെ എല്ലാ വിഷമം കൊണ്ട് അവൻ ഒരു സൈഡിൽ ഇരുന്ന് കരയുകയാണ്. ഇവിടെ ഇത് നടക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ വീട്ടിൽ അമ്മ ചേച്ചിയോട് സംസാരിക്കുകയാണ്. അതായത് ആ പ്രേതത്തിനെ പൊസസ് ചെയ്ത് വെച്ചേക്കുന്ന ആള് നല്ല പവർഫുൾ ആണ്. ആ പ്രേതത്തിന്റെ നഖവും മുടിയും ചോരയൊക്കെ കൊടുത്തിട്ടാണ് ആ പ്രേതത്തിനെ കൈക്കലാക്കി വെച്ചേക്കുന്നത്. മോശം ശക്തിക്ക് വേണ്ടിയായിരിക്കും അതിനെ ഉപയോഗിക്കാൻ പോകുന്നത്. എന്തോ ചിലപ്പോൾ ആ ലേഡി ആയിരിക്കണം. അതുപോലെ തന്നെ ആ ലേഡി ഓരോ ആഭിചാര ക്രിയകൾ ചെയ്യുന്നുണ്ട് ആ ഡെവിൽ ശക്തിനെ സ്വന്താക്കാൻ വേണ്ടിയിട്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ഹീറോയിൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഹീറോയിൻ വന്നിട്ട് ചേച്ചിയുടെ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നെ ഒന്ന് സഹായിക്കണം, അവനൊന്ന് സഹായിക്കാൻ പറ്റുമോ, അവൻ മരിച്ചു, ഇനി 21 ദിവസമേ ബാക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. ഇത് കേട്ട ചേച്ചി, അതായത് അമ്മയുടെ ചേച്ചി, ഒരു ബുക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോക്കി പഠിച്ചാൽ നിനക്ക് ഏത് പ്രയത്നം വേണമെങ്കിലും വശത്താക്കാന്ന്. അങ്ങനെ ബുക്ക് പഠിക്കാനായിട്ട് ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു ടൈറ്റില് 2-3 അക്ഷരം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് 30 മിനിറ്റോ അരമണിക്കൂറോ 1 മണിക്കൂറും കണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ബുക്ക് മൊത്തത്തിൽ പഠിക്കാനായിട്ട് 10 വർഷം എടുക്കുമെന്ന് അവള് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഇത് നടക്കത്തില്ല. പിന്നീട് അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ലൈബ്രറിയിൽ ഇരുന്നൊക്കെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് കൂട്ടുകാരൻ വരുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരൻ വന്ന് നോക്കുമ്പോൾ ഈ ബുക്കാണ് കാണുന്നത്. ഇതെന്തായാലും നടക്കത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വേറെ വഴി നോക്കാൻ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കൂട്ടുകാരനും ഹീറോയിനും ആ സ്കൂളിന്റെ ഫ്ലോറിൽ കൂടെ നടക്കുമ്പോൾ ആ ക്ലാസ് റൂമിന്റെ തൊട്ട് ഫ്രണ്ടിൽ ആർച്ചറി സാറ് നിപ്പുണ്ട് കേട്ടോ. വേറൊന്നിനും അല്ല, ഹീറോനെ വലക്കാക്കാൻ വേണ്ടിയിട്ടാണ്, വീണ്ടും ആർച്ചറിയിലോട്ട് കൊണ്ടുവരാനായിട്ട്. എന്നാൽ സാറിന് അങ്ങനെ പോയി പറയാൻ പറ്റത്തില്ല, അവൻ ഒഴിവാക്കി വിട്ടത്. ഇപ്പൊ ഈ നേരമാണ് കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത്. കൂട്ടുകാരനെ പിടിച്ചു വെച്ചിട്ട് സഹായം തരുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവൻ അതിനോടൊന്നും താല്പര്യമില്ല. അവൻ എങ്ങനെയാ ചോദിക്കുന്നത്? അവൻ എന്തായാലും അവൻ പറഞ്ഞാൽ കേൾക്കില്ല. എന്തായാലും ഹീറോയിൻ നേരെ വന്നേക്കുന്നത് ഹീറോന്റെ വീട്ടിലാണ് കേട്ടോ. മുത്തശ്ശി മരിച്ചോണ്ട് തന്നെ ഹീറോ ക്ലാസ്സിൽ പോയിട്ടില്ല. അതുകൊണ്ടാണ് സാർ അവിടെ പിടിച്ചു നിർത്തി അടുത്ത ദിവസം വരുമ്പോൾ ഒന്ന് സഹായിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവൾ ആ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇവളൊരു കാര്യം കാണുന്നുണ്ട് കേട്ടോ. അടുക്കളയിൽ എന്തോ ഒരു കറുത്ത പ്രേതം. ഇത് കണ്ടതോടെ അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങുന്നതാണ്. എന്തായാലും അവള് വിഷമിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അവൾ ഇറങ്ങിപ്പോയി ഹീറോ കതവടച്ചതോടെ വീണ്ടും കോണിംഗ് ബെല്ല് കേൾക്കാണ്. ചെന്ന് നോക്കുമ്പോൾ അത് കൂട്ടുകാരനാണ്. സാറ് പറഞ്ഞിട്ട് ആർച്ചറി ക്ലബിന്റെ കീ കൊണ്ടുവന്ന് ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഹീറോയ്ക്ക് അത് വാങ്ങാതെ വേറെ നിവർത്തിയില്ല. സാറ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ താക്കോൽ വാങ്ങിച്ചവൻ വെക്കുന്നുണ്ട്. കൂട്ടുകാരൻ അവിടെ നിന്ന് പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റോറാണ് കാണിക്കുന്നത്. ആ സ്റ്റോറിൽ തന്നെ ഒരു ലേഡി ഉണ്ട്. ഇങ്ങോട്ട് തന്നെ പെട്ടെന്ന് ഹീറോയിന്റെ അമ്മ കയറി വരുന്നുണ്ട്. ആ ലേഡിയോട് നമ്മൾ എപ്പോഴും ഒരു ലേഡീനെ കാണത്തില്ലേ, നമുക്ക് ആ ലേഡീനെ ഇൻഫ്ലുവൻസർ ലേഡി എന്ന് പറയാം. അവര് ചെറിയൊരു മന്ത്രവാദിയാണ്. അത് കണക്ക് ഓൺലൈനിലാണ് മന്ത്രവാദം ചെയ്യുന്നത്, ഇൻഫ്ലുവൻസർ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്ലുവൻസർ മന്ത്രവാദി എവിടാന്ന് ചോദിച്ചിട്ടാണ് വന്നേക്കുന്നത്. എന്നാൽ സ്റ്റോർ ലേഡിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മ പോകാൻ നേരത്ത് പറയുന്നുണ്ട്, ആ ലേഡി ഇവിടെ വരുവാണെങ്കിൽ ഒരു സാധനങ്ങളും ഈ കടയിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തെന്നങ്ങനെ അറിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ അവിടെ നിന്ന് പോകുന്നത്. അമ്മ പോയ ഉടനെ ഒരു റൂമിൽ നിന്ന് ആ ഇൻഫ്ലുവൻസർ മന്ത്രവാദി പുറത്തിറങ്ങി വരുന്നുണ്ട്. അതായത് അമ്മ അറിയാതെ അവരെന്തൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇൻഫ്ലുവൻസർ മന്ത്രവാദി ഏതോ ഡെവിൽ ശക്തിനെ സ്വന്തമായിട്ട് വെക്കാനെങ്ങാണ്ട് നോക്കുന്നുണ്ട്. എന്തായാലും സ്റ്റോർ ലേഡി അമ്മ അറിയാതെ ഇത് ഒളിപ്പിച്ച് ആ ഇൻഫ്ലുവൻസർ മന്ത്രവാദിനെ അകത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അമ്മ വീട്ടിൽ വന്നേക്കാണ്. ആ നേരം തന്നെ ഹീറോയും വന്ന് അമ്മേനെ കാണുന്നുണ്ട്. എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ച് അവിടെ അങ്ങനെ അമ്മയുടെ മുഖത്ത് കണ്ണും കണ്ണും നോക്കി നിൽക്കാണ്. അവളുടെ ക്യൂട്ട്നെസ് കണ്ട് അമ്മ വീണു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അവന്റെ വീട്ടിൽ അവൾ കണ്ടേക്കുന്നത് സൂയിസൈഡ് ഗോസ്റ്റ് ആണ്. അതായത് സ്വന്തമായിട്ട് സൂയിസൈഡ് തോന്നുന്ന ഒരവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രേതം അവന്റെ വീട്ടിലുള്ളത്. അവൻ എപ്പോൾ വേണമെങ്കിലും ആത്മഹത്യ ചെയ്യാം. ഇതേ നേരം ഹീറോനെ കാണിക്കുകയാണ്. ഹീറോന്റെ വീട്ടിൽ അവന്റെ ആന്റിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. നേരത്തെ കൂടുതൽ അവിടെ നിന്ന് പിടിച്ചിറക്കാൻ നോക്കിയത് ഹസ്ബൻഡ് അല്ലായിരുന്നു, അവന്റെ അങ്കിള് തന്നെയാണ്. അതായത് അവന്റെ മുത്തശ്ശിക്ക് 3 മക്കളുണ്ട്. ചിലപ്പോൾ അവന്റെ അമ്മയോ അച്ഛനോ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സഹോദരങ്ങളായിട്ട് പിന്നെ ഒരു അനിയനോ ചേട്ടനോ അല്ലെങ്കിൽ ഒരു അനിയത്തിയോ ചേച്ചിയോ ഉണ്ട്. മനസ്സിലായോ? അതായത് മുത്തശ്ശിക്ക് 3 മക്കളാണ്. നേരത്തെ ഹീറോ ആയിട്ട് അടി ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, ഹീറോന്റെ അങ്കിള് തന്നെയാണ്. അതുപോലെ തന്നെ ഹീറോന്റെ ആന്റി ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു പാവമാണ് കേട്ടോ, ആന്റിയുടെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ട് അവനോട് ചോദിക്കുകയാണ് മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ തരാനുണ്ടോന്ന്. അങ്ങനെ അവൻ ഫോട്ടോ എടുത്തുകൊണ്ടൊന്ന് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫോട്ടോയിലും അവനും മുത്തശ്ശിയും ഒന്നിച്ചുള്ളതാണ്. അതുപോലെ തന്നെ ഇവൻ പ്രൈസ് വാങ്ങിച്ച എല്ലാ ഫോട്ടോയിലും മുത്തശ്ശി ഭയങ്കര സന്തോഷവതിയായിരുന്നു. ഇതവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഇത് നടക്കുമ്പോൾ അമ്മ ഹീറോയിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ കാർഡ് കൊണ്ട് ഒരു പ്രതിഫലം ഉണ്ടായില്ലെങ്കിൽ നിന്റെ ദേഹം തന്നെ ഒരു മാന്ത്രിക കാർഡായിട്ട് മാറ്റാം. അതായത് ഒരു മാന്ത്രിക ദേഹം കണക്ക്. ഇടയ്ക്കിടയ്ക്ക് അവനെ തൊടണം പോയിട്ട്. അപ്പൊ ഈ സൂയിസൈഡ് ഗോസ്റ്റ് ദൂരോട്ട് പോകും. അത് കേട്ടപ്പോൾ തന്നെ ഹീറോയിന് സന്തോഷമാവുന്നുണ്ട്. അവളുടെ ദേഹം ഒരു മാന്ത്രിക കാർഡാക്കി മാറ്റിയിട്ട് അവനെ ഇടയ്ക്കിടയ്ക്ക് പോയി തൊട്ടാ പോരെ. അതൊരു അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ രാവിലെ എണീറ്റ് ദേഹം തന്നെ ഒരു മാന്ത്രിക കാർഡായിട്ട് മാറ്റുകയാണ്. അവളുടെ ദേഹത്ത് തന്നെ മന്ത്രങ്ങൾ എഴുതി വെക്കുകയാണ്. അതുപോലെ തന്നെ രാവിലെ സ്റ്റാഫിനെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തൊടണം അങ്ങനെ തൊടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ദേഹത്ത്. ഇത് കഴിഞ്ഞ് അവൾ രാവിലെ തന്നെ ഹീറോന്റെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. എന്നാൽ അവൻ മൈൻഡൊന്നും ചെയ്യാതെ അവിടെ നിന്ന് നടന്നു പോവാണ്. അതുപോലെ തന്നെ അവന്റെ പിറകെ ആ ഗോസ്റ്റും ഉണ്ട്. പിന്നീട് അവർ രണ്ടുപേരും വന്ന് ബസ്സിൽ കയറുന്നുണ്ട്. അവൾ ആദ്യം ബസ്സിൽ കയറി ഒരു സീറ്റ് പിടിക്കുന്നുണ്ട്. എന്നാൽ ആ ബസ്സിൽ തന്നെ കൂട്ടുകാരനും ഉണ്ട് കേട്ടോ.
ഹീറോയിന്റെ അടുത്ത് ഇരിക്കാതെ കൂട്ടുകാരന്റെ അടുത്താണ് പോയിരിക്കുന്നത്. ഇത് കണ്ട ഹീറോയിൻ അവന്റെ ബാക്കിൽ തന്നെ ചെന്നിരിക്കുന്നുണ്ട്. അവന്റെ കഴുത്തിൽ കൈ വെച്ച്, അതായത് അവളുടെ നടുക്കത്തെ വിരൽ വെച്ച് തൊടുന്നുണ്ട്. ഇത് കണ്ടപ്പം അവർക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലായില്ല, കൂട്ടുകാരനും ഹീറോയ്ക്കും ഒന്നും മനസ്സിലായില്ല. നീ എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ചോദിക്കാണ്, ഏത് വിരൽ വെച്ചാ തൊട്ടെ, കണ്ടുപിടി എന്ന് പറയും. അപ്പം കൂട്ടുകാരൻ പറയും, നിന്റെ ചൂണ്ട് വിരൽ വെച്ചാ നീ തൊട്ടേന്ന്. അല്ല, ഞാൻ എന്റെ ചൂണ്ട് വിരൽ വെച്ചല്ല തൊട്ടേന്ന് പറഞ്ഞിട്ട് അവളുടെ മിഡിൽ ഫിംഗർ പൊക്കി കാണിക്കും അവരെ. ഇവർക്ക് ഇത് കണ്ടപ്പോ ആകെ കിളി പാറി കേട്ടോ. പക്ഷെ ഹീറോയിന് ഇതുവരെ മനസ്സിലായില്ല അവള് മിഡിൽ ഫിംഗറാ പൊക്കി കാണിക്കുന്നതെന്ന്. പിന്നീടാണ് അവൾക്ക് മനസ്സിലായത്. അവൾ ആകെ നാണം കെട്ടുപോയി. കൂട്ടുകാരെ ഇത് കണ്ടപ്പം വിചാരിക്കുന്നത് അവള് തലേ ദിവസം മൊത്തം ഇരുന്ന് പഠിച്ചിട്ട് അവൾക്ക് പ്രാന്തായതാണെന്നാണ്. പിന്നീട് അവര് ക്ലാസ്സിൽ വരുമ്പോൾ കുറെ കുട്ടികൾ ഫ്രണ്ടിൽ കൂടി നിപ്പുണ്ട്. ഹീറോ അവന്റെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഈ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് തന്നെ കൂട്ടുകാരൻ അവിടെ ചെന്ന് നോക്കുന്നുണ്ട് എന്നാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ സാറിനെ വന്നിട്ട് കോച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ ആർച്ചറി സാറ് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടുള്ള സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവനെല്ലാം തീയിട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൂടെ തന്നെ സാറ് നല്ല ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സാറിന്റെ അടുത്ത്. ഇതെല്ലാം കേട്ടോണ്ട് മറ്റേ കണ്ണാടി പയ്യൻ അവിടെ സൈഡിലുണ്ടായിരുന്നു. എപ്പോഴും വാഷ്റൂമിൽ പോകുന്നൊരു പയ്യനാണെന്ന് തോന്നുന്നു. അവൻ എപ്പോഴും ഇത് കേട്ടിട്ട് നിപ്പുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട് ഇതിങ്ങനെയൊന്നുമല്ല കാര്യങ്ങള്, അവനെല്ലാം തീയിട്ടെന്നൊക്കെ. ഇതൊക്കെ ഒരു റൂമർ പരത്തിയ ആ പയ്യനും അവിടെ ഉണ്ട്. അവനെ എല്ലാ പെമ്പിള്ളാരോട് ഇട്ട് അടിക്കുകയാണ്, എന്തിനാടാ ഇങ്ങനെ റൂമർ പരത്തിയെന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി ഇതെല്ലാം റൂമറായിട്ടുള്ള കാര്യങ്ങളാണ്. ആരോ കമന്റ് ചെയ്തെന്നും പറഞ്ഞ് ഇതൊക്കെ വിശ്വസിച്ചിട്ട് അവനെ ഒഴിവാക്കുന്ന എന്തിനാന്ന് ചോദിച്ചു പെൺകുട്ടികളെല്ലാം അവനെ അടിക്കുകയാണ്. എന്തായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഹീറോയിനെ തൊടാനും പിടിക്കാനൊക്കെ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിലിരുന്ന് അവന്റെ കയ്യിൽ തൊടുമ്പം ആ ഗോസ്റ്റ് ഇച്ചിരി ദൂരോട്ട് മാറുന്നുണ്ട്. അപ്പൊ എവൻ അവളുടെ കയ്യിൽ നിന്ന് വിടാനായിട്ട് അവളുടെ കയ്യിൽ രണ്ടോട്ടം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യും. ആ ടാപ്പ് ചെയ്യുമ്പം ഗോസ്റ്റ് ദൂരോട്ട് പോകും. അങ്ങനെ അവൾ വീണ്ടും ടാപ്പ് ചെയ്യാൻ പറയും, വീണ്ടും ആ ഗോസ്റ്റ് ദൂരോട്ട് പോകും. ഇത് അവൾക്ക് മനസ്സിലാവും. അങ്ങനെ അവൾ ഓരോ അവസരവും മുതലെടുത്ത് അവനെ ചെന്ന് ഇടിക്കുകയും തൊടയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കൂട്ടുകാരൻ വന്ന് ചോദിക്കുകയാണ്, നിന്നെ ഇപ്പോൾ ഒരു ആൺകുട്ടി ഇങ്ങനെ തൊടയും പിടിക്കുകയും ചെയ്താൽ അത് നിനക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നത്തില്ലേ? ബാക്കിയുള്ള ആൾക്കാർ നിന്നെ വിയേഡായിട്ടായിരിക്കും നോക്കുന്നത്, നീ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എടാ, എനിക്ക് വേറെ വഴിയില്ല, അവനെ രക്ഷിച്ചല്ലേ പറ്റൂ. എന്നാ പിന്നെ നിനക്ക് അവനോട് സത്യം പറഞ്ഞിട്ട് ഇതാ കാര്യമെന്ന് പറഞ്ഞിട്ട് നിനക്ക് അവനെ തൊടയും പിടിക്കുകയും ചെയ്തൂടെ? അവൻ നിന്നെ വേറെ രീതിയിലൊക്കെ കാണും കുട്ടി, ഇതൊന്ന് മനസ്സിലാക്ക്. അവ ഇനി എങ്ങനെ എന്നെ കണ്ടാലും അത് സാരമില്ല, അവൻ ജീവിച്ചിരുന്നാൽ മാത്രം മതിയെന്ന്. അവളുടെ ഒരു ഡെഡിക്കേഷൻ നോക്കിയാണ്. ഇത് കഴിഞ്ഞ് ഹീറോ വീട്ടിൽ പോകുമ്പോൾ ഹീറോന്റെ പിറകെ രണ്ടുപേര് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? ഒന്ന് ഗോസ്റ്റും ഒന്ന് ഹീറോയിനുമാണ്. അങ്ങനെ അവൻ നടന്ന് ഒരിടത്ത് ഒളിച്ചു നിന്ന് ഹീറോയിനെ പൊക്കും. ഹീറോയിൻ ഫോളോ ചെയ്യുന്നത് അവൻ പൊക്കിയിട്ടുണ്ട്. എന്തായാലും അവൻ വീട്ടിലോട്ടല്ല പോകുന്നത്. അവൻ പോകുന്നത് മുത്തശ്ശി അടക്കിയിട്ട് സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമില്ലേ, അങ്ങനെ എന്തോ സംഭവമാണ്. മുത്തശ്ശിയുടെ സാധനങ്ങളും ഫോട്ടോയൊക്കെ വെക്കുന്ന ഒരു സംഭവം, അങ്ങനെ എന്തോ സംഭവം, എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. അങ്ങോട്ടാണ് പോണത്. കൂടെ തന്നെ ഹീറോയിനും ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന് ഓരോ ഫോട്ടോയൊക്കെ നോക്കുമ്പോൾ അവന് വീണ്ടും സങ്കടം. ഇവ എല്ലാ ഗോൾഡ് മെഡൽ വാങ്ങുമ്പോഴും അതിനകത്ത് മുത്തശ്ശി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവിടെ ചെന്നതോടെ ഹീറോയിന്റെ സ്വഭാവം ആകെ മാറി കേട്ടോ. അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹീറോയിന് ഓർമ്മ വരികയാണ്. ഹീറോയിനെ ഒറ്റയ്ക്കാക്കില്ലെന്നൊക്കെ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ ഹീറോയിൻ അവനോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ മുത്തശ്ശിക്ക് നീ ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ല ഇഷ്ടം, ഗോൾഡ് മെഡൽ വാങ്ങുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇതൂടെ കേട്ടപ്പോൾ അവന് മനസ്സിലായി മുത്തശ്ശിക്ക് അവൻ ഗോൾഡ് മെഡൽ വാങ്ങുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആർച്ചറിയിലോട്ട് തിരിച്ചിറങ്ങണം എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ ആ നിന്ന് ഗോസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ അകലം വീണ്ടും കൂടുകയാണ്. അത് ദൂരോട്ട് പോവാണ്. അതായത് അവന് വീണ്ടും ജീവിക്കണം എന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങി. ഇത്രയും നാൾ സൂയിസൈഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ആ ഗോസ്റ്റ് അടുത്തടുത്ത് വരും. ഇപ്പം ജീവിക്കണമെന്ന് ചെറുതായിട്ട് ആഗ്രഹം വരുന്നുണ്ട്. ആ ഗോസ്റ്റിന്റെ അകലം കൂടിയിട്ടുണ്ട്. ഇത് ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനുശേഷം രാത്രി ആകുമ്പോൾ സാറ് കൊടുത്ത ആ താക്കോലെടുത്ത് ക്ലബിൽ വന്ന് അവിടുത്തെ ആർച്ചറി എടുക്കുകയാണ്. അബുംബില്ലേ അതെടുത്തോണ്ട് വന്ന് ഗ്രൗണ്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാണ്. കുറെ നാൾക്ക് ശേഷമാണ് ഇവൻ അത് ഉപയോഗിക്കുന്നത്. എന്നാലും നടുക്കൊക്കെ കൊള്ളിക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് പഴയതുപോലെ കറക്റ്റായിട്ട് നടുക്ക് കൊള്ളിക്കാനൊന്നും പറ്റുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് സാർ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. സാറിന് നല്ല സന്തോഷമായി. ഒരു നല്ല മുതലിനെയാണ് തിരിച്ചു കിട്ടാൻ പോകുന്നത്. സ്കൂളിന് ഒരു അഭിമാനമായിരിക്കും. ഇത്രയും കഴിവുള്ള ഒരു പയ്യനെ പരിശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ സ്കൂളിന് നന്നായിട്ട് അത് ഉപകരിക്കും. പിന്നീട് പിറ്റേന്ന് സ്കൂളിൽ സാറ് എല്ലാവരും ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു പ്രോജക്റ്റ്. അങ്ങനെ ഹീറോയിന്റെ ഗ്രൂപ്പിൽ തന്നെയാണ് ഹീറോയിനും കൂട്ടുകാരനും ഉള്ളത്. അതുപോലെ തന്നെ പ്രസിഡന്റും വേറൊരു പെൺകുട്ടി ഉണ്ട് കേട്ടോ. എന്തായാലും ഇവളെ എല്ലാ ചാൻസും മുതലെടുക്കുന്നുണ്ട് അവനെ തൊടാനായിട്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് ഗോസ്റ്റ് ദൂരോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് കാലിൽ ഒരു ഗോസ്റ്റ് പിടിച്ചിരിക്കുന്നത്, അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടിയുടെ. ഈ ഗോസ്റ്റ് ഹീറോനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം അവൾ ഓർക്കുന്നുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിരിക്കുന്ന ഗോസ്റ്റിന് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന ഗോസ്റ്റ് പിന്നെ ബേബി ഗോസ്റ്റ് ഇതിനെയൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. ഇവരൊന്നും സംസാരിക്കാത്ത ഗോസ്റ്റാണ്, പ്രത്യേകിച്ച് ബേബി ഗോസ്റ്റ്. അതെന്തൊക്കെ പറഞ്ഞാലും അത് സംസാരിക്കില്ല. അതുകൊണ്ട് അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മന്ത്രം ചെയ്താലേ അതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റൂ ബേബി ഗോസ്റ്റിനെ. അതുപോലെ തന്നെ അത് ആ പെൺകുട്ടിയുടെ കാലിൽ അള്ളി പിടിച്ചിരിക്കുകയാണ് പോവാതെ. ഇനി ആ കുട്ടിയുടെ ആരെങ്കിലും ആണോ എന്തോ. എന്തായാലും പിന്നീട് സ്കൂളൊക്കെ വിട്ട് ഹീറോ വീട്ടിലോട്ട് പോകുമ്പോൾ ഹീറോയിനും കൂടെ ഉണ്ട് കേട്ടോ. അവനെ തന്നെ ഫോളോ ചെയ്ത് വരികയാണ്. അവൾക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടായിരിക്കണം. ഇന്നേരമാണ് ആർച്ചറി സാർ അങ്ങോട്ട് ഓടിക്കൊണ്ട് വരുന്നത്. നീ എന്തായാലും ആർച്ചറി ചെയ്യണ്ട, നീ എന്റെ കൂടെ വാന്നും പറഞ്ഞ് അവനെ പിടിച്ചോണ്ട് പോയി അവിടുത്തെ ക്ലബ് എല്ലാം തുടപ്പിക്കുകയാണ് കേട്ടോ. സാറിന് വേറെ പ്ലാനാണ്. എന്തായാലും തുടച്ചു കഴിഞ്ഞ് സാറ് ആർച്ചറി കൊണ്ടുവന്ന് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അവനെ കൺവിൻസ് ചെയ്യാണ്, എടാ നീ അടിപൊളിയായിട്ട് കളിക്കും
പൊളിക്കോടാ, ഇതൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കടാ എന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാണ്. ലാസ്റ്റ് ഹീറോ ഗ്രൗണ്ടിൽ പോയിട്ട് വീണ്ടും വീണ്ടും പലതവണ അമ്പും വില്ലും ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്രാവശ്യം എല്ലാം കറക്റ്റായിട്ട് നടുക്ക് തന്നെ കൊള്ളുന്നുണ്ട്. ഇത് കാണുമ്പം അവന് ആ സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ മാറുകയാണ്. അതുപോലെ തന്നെ ഇനി ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത വരികയാണ്. ഇപ്പം നോക്കുമ്പോഴാണ് ആ ഗോസ്റ്റ് ദൂരോട്ട് പോകുന്നത്. അതായത് അതിന്റെ അകലം കൂടി വരികയാണ്. ഹീറോയിൻ ഇത് ദൂരെ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇത് കാണുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. ഇതിന് ശേഷം അവൾ വീട്ടിൽ പോവാണ്. രാത്രി തന്നെയാണ് അവളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൾ ഓൺലൈൻ കോഴ്സ് നോക്കി, അതായത് ആ സാറിന്റെ ഓൺലൈൻ കോഴ്സ് നോക്കി ബേബി ഗോസ്റ്റിനും സ്മൈലിംഗ് ഗോസ്റ്റിനും എല്ലാ ഗോസ്റ്റിനും മന്ത്ര കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. കുറെ നേരം ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ഇത്രയും ഡെഡിക്കേഷനോടെ അവൾ കഷ്ടപ്പെടുന്നില്ലേ, അത് തന്നെ ധാരാളമാണ്. ഇതൊക്കെ റെഡിയാക്കി രാവിലെ നേരത്തെ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഹീറോയും ആരും ക്ലാസ്സിൽ വന്നിട്ടില്ല. അവൾ പെട്ടെന്ന് തന്നെ അവന്റെ ബെഞ്ചിൽ അത് വെക്കാൻ നോക്കുന്നുണ്ട് ആ കാർഡ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ ക്ലാസ്സിലോട്ട് കയറി വരികയാണ്. രാവിലെ തന്നെയാണ് കയറി വന്നേക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് അവൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് താഴെ ബെഞ്ചിന്റെ അടിയിൽ ഒട്ടിച്ചാണ് വെച്ചേക്കുന്നത്. അവൾ അങ്ങനെ നിൽക്കുമ്പം ഹീറോ ഇപ്പൊ മോശമായിട്ടൊന്നുമല്ല പെരുമാറുന്നത്. നിന്നോട് എനിക്ക് കുറച്ചു നേരം സംസാരിക്കുമെന്ന് ചോദിച്ച് ഹീറോയിനെയും വിളിച്ച് ഏറ്റവും ടെറസിൽ വന്നേക്കാണ്. അവിടെ നിന്ന് അവര് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവൻ ചോദിക്കുന്നത്, നീ എന്നെ കുറച്ച് ദിവസമായിട്ട് കുറെ അധികം ഫോളോ ചെയ്യുന്ന കണക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. നീ എന്തിനാ അങ്ങനെ ഫോളോ ചെയ്യുന്നത്? എടാ, ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നതല്ല, അതൊക്കെ കോയിൻസിഡൻസ് ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അതുപോലെ തന്നെ ഹീറോയിൻ, നിനക്ക് ഇങ്ങനെ അമ്പും ബില്ലും വിടുമ്പോൾ നിനക്ക് എന്താ തോന്നുന്നത്? നിനക്കത് അത്ര ഇഷ്ടമാണോ? ഇപ്പം ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് അതേപോലെ സന്തോഷമുള്ള വേറെ കാര്യമില്ല എന്ന്. അതുപോലെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോ അമ്പും ബില്ലും വിടാൻ നേരത്തെ, അതായത് ഈ ആർച്ചറി ചെയ്യാൻ നേരത്ത് എല്ലാ ആൾക്കാരും അവനെ വളരെയധികം മോശമായിട്ടാണ് അതും ഇതൊക്കെ പറയുന്നത്. അവിടെ ഇരുന്നിട്ട് അതും ഇതൊക്കെ പറയും. കാരണം അവൻ ഭയങ്കര ബാഡ് ലക്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവ ആർച്ചറി വിട്ടതിന് ശേഷം എല്ലാവർക്കും അടിപൊളിയായിട്ട് ക്ലാപ്പ് അടിക്കും. കാരണം ഇവ അത്ര അടിപൊളിയായിട്ട് ആർച്ചറി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇന്നേരമാണ് ഹീറോയിൻ വന്ന് അവന്റെ തലയിൽ തടവുന്നത്, മുടിയില്. ഇതോടെ ആയതോടെ അവനെന്തോ ഭയങ്കര ക്രഷ് അടിക്കുകയാണ് അവളുമായിട്ട്. ചെറുതായിട്ട് ക്രഷ് അടിച്ച് തുടങ്ങി. ഇതായപ്പോഴത്തേക്കും ആ ഗോസ്റ്റ് ദൂരോട്ട് പോവുകയാണ്. അതായത് അത് അവിടെ നിന്ന് നശിച്ചു പോവാണ്. ഇപ്പൊ അവന് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഒരു ക്രഷ് അടിച്ചതോടെ അവന് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. ഇത് ക്രഷ് അല്ല കേട്ടോ, ഇത് സ്നേഹമാണ്. കാരണം ഇത്രയും അവള് അവന് വേണ്ടി കഷ്ടപ്പെടുന്നോണ്ട് തന്നെ ഇത്രയും നാൾ അങ്ങനെ ചാടിത്തുള്ളിലേക്ക് അവന്റെ പിറകെ നടന്നില്ലേ. അവ എത്ര അപമാനിച്ചാലും അവള് കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രഷായിട്ട് കൂട്ടാൻ പറ്റത്തില്ല, ഒരു സ്നേഹമാണിത്. ഈ ഗോസ്റ്റ് അവിടെ നിന്ന് പോകുന്നത് ഹീറോയിൻ കണ്ടിട്ടുണ്ട്. ഇവൾക്ക് ഇത് കണ്ടപ്പോൾ ആകെ സന്തോഷം. എടാ, എനിക്കൊരു ഹൈഫൈ താടാന്ന് പറഞ്ഞ് അവന്റെ ഒരു ഹൈഫൈ വാങ്ങുന്നുണ്ട്. ഹൈഫൈ വാങ്ങുമ്പം ഇവൻ അവന്റെ കയ്യിൽ ഇറുക്കി പിടിക്കുന്നുണ്ട് കേട്ടോ. അതായത് കൈ വിടാതെ പിടിക്കുന്നുണ്ട്. എന്നാൽ അവൻ പിടിക്കുന്നില്ല. ഇത് കണ്ടപ്പം അവനൂടെ പിടിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ ഇവർ രണ്ടുപേരും സെറ്റ് ആവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്, കൈ മുറുകെ പിടിച്ചിട്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അതായത് 3ാമത്തെ എപ്പിസോഡാണ്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ.